ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ തമിഴ് ഭാഗത്തിന്റെ സീസൺ 2 ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത്. അതായത് നമ്മുടെ പവിത്രം ഇനി മെയ് 18 തുടങ്ങുമ്പോഴേക്കും അതിലെന്താണ് സംഭവിച്ചതൊക്കെ, തമിഴിൽ എന്താണ് സംഭവിച്ചെന്നുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. തമിഴ് റിവ്യൂ മാത്രമാണ്, മലയാളത്തിൽ ഇത് ചിലപ്പോൾ മാറ്റം ഉണ്ടാവായിരിക്കാം, ചിലപ്പോൾ ഇത് സെയിം തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് തമിഴ് റിവ്യൂയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മകൾ, അതായത് വിക്രത്തിന്റെ വേദിയുടെ മകൾ വിക്രത്തിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഭാഗം. അങ്ങനെ രാവിലെ തന്നെ മോളാണെങ്കിൽ സ്കൂളിൽ പോണ തിരക്കാട്ടോ. അപ്പൊ അവിടെ വിജയാന്റി ഉണ്ട്. വിജയാന്റി മോൾക്ക് ദോശ ചുട്ട് ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് വേദ ചോദിക്കണ്ട്, ചേച്ചി എന്തിനാ ചേച്ചി ഇവൾക്ക് ഈ ദോശയൊക്കെ ചുട്ടു കൊടുക്കണത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്നല്ലേ കൊടുക്കുന്നത്? അത് വേറൊന്നും അല്ല വേദേ, സ്കൂളിൽ നിന്ന് ഗോതമ്പ് റവ ആയിരിക്കും. അത് അവൾക്ക് ഇഷ്ടമല്ല, അറിയാലോ. ആ ഉപ്പുമാവ് അവൾ ഒട്ടും കഴിക്കില്ല. അവള് രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് ചുട്ടു കൊടുക്കണത്. അത് കാണുമ്പോഴേക്കും വേദ മോളോട് ചോദിക്കണ്ട്, അതെ നോക്ക്, എല്ലാ പിള്ളേരും അതല്ലേ കഴിക്കണത്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് വേണമെന്നൊക്കെ പറയാൻ നീ ആരാണ് എന്ന് ചോദിക്കാണ്. അമ്മേ, ദേ അമ്മ എന്റെ അമ്മയൊക്കെ തന്നെയായിരിക്കും, പക്ഷേ എന്റെ ശരിക്കും എന്റെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോ സൂക്ഷ്യം കണ്ടൊക്കെ ഇടപെടണം എന്ന് പറയണം. അതെന്താ നിനക്കിപ്പൊ ഇത്ര ദേഷ്യവും വാശിയൊക്കെ? അല്ല, ഇത്ര മുൻകോപം? അല്ല, എന്നെ വളച്ച വരയെ നിർത്താനായിട്ട് മാത്രം നീ വളർന്നോ? വളർന്നു. നിങ്ങളെ വലിയ കളക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേദക്ക് ചില കാര്യങ്ങൾ ഒട്ടും കോമൺ സെൻസ് ഇല്ല. അതൊക്കെ എന്റെ വിജയാന്റിക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ അത് നോക്കണ്ട. കണ്ടില്ലേ ഇവിടെ വർത്താനം കണ്ടില്ലേ, മൂത്തരോട് സംസാരിക്കണത് കേട്ടില്ലേ? അപ്പൊ വിജി പറയണ്ട്, വേദേ നിനക്ക് സമയം, നീ പോവാൻ നോക്കും, മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. രാവിലെ തുടങ്ങി അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നം എന്ന് വിജി പറയുന്നുണ്ട്. ശേഷം വേദ ഓഫീസിലേക്ക്, അതായത് കളക്ടറിന്റെ ഓഫീസിലേക്ക് പോകുവാണ്. നമ്മുടെ വിജയാണെന്നുണ്ടെങ്കിൽ മോളെ സ്കൂൾ ബസ് കയറ്റി വിടുക കേട്ടോ. അന്ന് നമ്മുടെ മോളുടെ സ്കൂളിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് പുകയില ഉപയോഗിക്കുന്നവർക്കെതിരെ ചെറിയൊരു ജാഥ പോലെ പിള്ളേര്, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേര് ചെറിയൊരു ഫ്ലെക്സ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഉള്ള വഴിയിൽ മാത്രം ഇങ്ങനെ നടക്കുന്ന ചെറിയൊരു ജാഥ, പുകവലി ഉപേക്ഷിക്കണം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലെക്സ് ഒക്കെ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് ആ റോട്ടിൽ നമ്മുടെ വിക്രം കൂട്ടുകാരായിട്ട് വണ്ടിയുടെ മുകളിൽ കയറി, വിക്രം ഇങ്ങനെ ജീപ്പിന്റെ മുകളിൽ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. കൂട്ടുകാർ തൊട്ടടുത്തുണ്ട്. അപ്പൊ അവര് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ വിക്രത്തിന് ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും പക വീട്ടാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ഗുണ്ടകളുണ്ടല്ലോ, അവരിലൊരാൾ വിക്രത്തെ കാണുവാണ്. ഇത് തന്നെ പറ്റിയ അവസരം, അരിവാളായിട്ട് അവന്റെ തല വെട്ടിയാലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു ഗുണ്ട നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് വിക്രത്തൊന്നും കാണുന്നേ ഇല്ല കേട്ടോ. ഈ ഗുണ്ട ഇങ്ങനെ അടുത്തേക്ക്, അതായത് ഒരു ഒറ്റ വെട്ടിന് വിക്രത്തിന് ഇല്ലാതാക്കാൻ പറ്റുന്ന അത്രയും മൂർച്ചയുള്ള ഒരു അരിവാളാണ് അയാളുടെ കയ്യിലുള്ളത്. അയാൾ അതുമായിട്ട് വിക്രത്തിന്റെ അടുത്ത് പുറകെ കൂടി ഇങ്ങനെ വരുവാണ്. പക്ഷെ വിക്രവും കൂട്ടുകാരും അത് കാണുന്നില്ല. ആ സമയത്താണ് മോളും അതുപോലത്തെ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കൂടി ആ ഫ്ലെക്സ് തൂക്കിക്കൊണ്ട് ഇങ്ങനെ ജാഥ പോലെ പോവാട്ടോ. പെട്ടെന്നാണ് മോൾ ആ കാഴ്ച കാണി നോക്കുമ്പോ വിക്രത്തിന് തൊട്ടു പിന്നിലുള്ള ഒരാൾ വിക്രത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുവാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ മോൾക്ക് ആകെ ഷോക്ക് ആവാണ്. അതെ അങ്കിൾ എന്ന് പറഞ്ഞ് പുറകിൽ ഒരാൾ അങ്കിളിനെ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിച്ചു പോവാണ് മോള്. അത് കേൾക്കുമ്പോഴേക്കും വിക്രം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് വിക്രത്തിന് ജീവൻ തിരിച്ചു കിട്ടുന്നത് കേട്ടോ. പിന്നീട് അയാൾ ആ ഒരു വെട്ടാൻ പോണ കത്തി ഇങ്ങനെ ഇതാക്കിയത് അങ്ങനെ തന്നെ പാളി പോകുവാണ്. അങ്ങനെ വിക്രവും കൂട്ടുകാരൊക്കെ ചേർന്ന് അയാൾ ഇടിച്ച് നിരപ്പാക്കി തീർക്കുന്നുണ്ട്. ആ സമയത്ത് വേറെ കുറെ ഗുണ്ടകൾ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ ഭയങ്കര അടിയും വഴക്കൊക്കെ ആവാണ്. ആ സമയത്ത് നമ്മുടെ ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വടി തെറിച്ചിട്ട് നമ്മുടെ മോളുടെ കാലില് കൊള്ളുന്നുണ്ട്. അപ്പൊ മോൾക്ക് പെട്ടെന്ന് തലകറക്കവും ബോധക്ഷയമൊക്കെ വന്നിട്ട് അവിടെ തല കറങ്ങി വീഴാണ്. അപ്പൊ വിക്രം ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗുണ്ടകളൊക്കെ അവിടെ നിന്ന് ഓടി പോകുമ്പോഴേക്കും വിക്രം വേഗം തന്നെ മോളുടെ അടുത്തേക്ക് പോകുവാണ്. അപ്പൊ മോളുടെ ക്ലാസ്സിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ, അയ്യോ മോളെ മോളെ, അതിന്റെ ആ കുട്ടിയുടെ പേര് തമിഴിൽ സുഡർ എന്നാണ് കേട്ടോ. ഇതിലെന്താന്ന് അറിയില്ല, എനിക്ക് എന്തായാലും സുഡർ എന്ന് തന്നെ പറയാം. അയ്യോ സുഡർ, എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വിക്രം ഓടി പോയിട്ട് മോളെ കോരി എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ ജീപ്പിൽ തന്നെയാണ് മോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മോള് പെട്ടെന്ന് തലകറങ്ങി വീണു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഡോക്ടർ അപ്പൊ തന്നെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് OP-യിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുക, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോവാണ്. വിക്രത്തിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവാട്ടെ. വിക്രം കൂട്ടുകാരോട് പറയണ്ടേടാ, കുഞ്ഞിനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലെന്നേ, കുഞ്ഞിനെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അല്ല, അവള് തലകറങ്ങി വീണു, എനിക്ക് അതാ ടെൻഷൻ. എന്നാലും കുഞ്ഞെന്തായിരിക്കും തലകറങ്ങി വീണത്? ഈശ്വര, കുഞ്ഞ് അവളില്ലെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അവൾ ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം പോലെ തോന്നുന്നു. കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ അല്ലേ എന്നൊക്കെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വിജി അവിടേക്ക് വരുന്നുണ്ട്. വിജി വരുമ്പോ തന്നെയാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങണത്. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന്റെ പാരന്റ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വിജി പറയുന്നുണ്ട്, ഞാനുണ്ട് ഡോക്ടർ. നിങ്ങൾ അകത്ത് പോയി കുഞ്ഞിനെ കണ്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ വിജി OP-യുടെ ഉള്ളിലേക്ക് കയറി കുഞ്ഞിനെ കാണുന്നുണ്ട്. ഡോക്ടറോട് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, ഡോക്ടർ കുഞ്ഞിന് ഇപ്പൊ എങ്ങനെയുണ്ട്?
കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കാലില് ചെറിയൊരു ഉളുക്ക് അത്രേ ഉള്ളൂ, പക്ഷെ അതൊരു പ്രശ്നമില്ല, ദേ ബാൻഡേജ് കെട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അല്ല അവളെന്താ തല കറങ്ങി വീണത്? അങ്ങനെ സാധാരണ തല കറങ്ങി വീഴാറില്ലല്ലോ പിള്ളേര്, അതാ എനിക്കൊരു പേടി. അതാ കുട്ടി ചിലപ്പോ ബ്ലഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ഷോക്ക് കൊണ്ട് ആയി പോയതായിരിക്കും എന്ന് പറയാണ്. ഒരു കുഴപ്പമില്ല, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുട്ടി കൊണ്ട് നടന്ന് തന്നെ വന്നോളും, ടെൻഷൻ ഒന്നും ആവണ്ട, ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് വിക്രത്തിന് സമാധാനം ആവണം കേട്ടോ. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, വിക്രമേ ഇനി കുഴപ്പമൊന്നുമില്ല, വാട നമുക്ക് പോകാം. പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ വിജി മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ വിക്രം മോളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. പേരെന്താ നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോ വിജി പറയുന്നുണ്ട്, മോളെ നിന്നെക്കാൾ എത്രയോ വയസ്സ് മൂത്തതാണ്, ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് നിങ്ങള് ഞങ്ങള് എന്നൊന്ന് പറഞ്ഞ് വിളിക്കരുതെന്ന്. അത് കേൾക്കുമ്പോ വിക്രം പറയണ്ടേ, അതൊന്നും കുഴപ്പമില്ല, മോൾ അങ്ങനെ വിളിച്ചോട്ടെ, പ്രശ്നമില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ വിക്രത്തിന്റെ വിചാരം ഈ വിജിയുടെ മോളാണ് ഇവളെന്നാട്ട വിചാരം. അപ്പൊ വിക്രം പറയുന്നുണ്ട്, എന്റെ പേര് വിക്രം എന്നാണ് എന്റെ പേര്. ആഹാ വിക്രം, കൊള്ളാം. വിക്രം വിക്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വിജി വീണ്ടും പറയണ്ട, മോളെ പേര് വിളിക്കല്ലേ, അങ്കിൾ എന്ന് വിളിക്കേ എന്ന് പറയാണ്. സാരില്ല പോട്ടെ പെങ്ങളെ, അവള് എന്താ വെച്ചാ വിളിച്ചോട്ടെ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല മോളെ എന്ന് പറയാണ്. മോളെന്റെ ജീവൻ രക്ഷിച്ചു, മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, നമുക്ക് വീണ്ടും കാണാം വിക്രം എന്ന് പറഞ്ഞ ഹൈഫൈ ദാ എന്ന് പറയാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മോൾ അവിടെ നിന്ന് പോണ സമയത്ത് വിക്രത്തിനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോണത്. വിക്രത്തിന് ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം വിക്രം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഉദ്ദേശിച്ച് രാധയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് രാധ ചോദിക്കണ്ടേ, എന്ത് പറ്റി വിക്രത്തിനെന്ന്? ആകെ ഒരു ആലോചന. എനിക്കിന്ന് വല്ലാത്തൊരു സന്തോഷോ? എന്തിനാ സന്തോഷിക്കുന്നത്? അതിന് മാത്രം എന്ത് സന്തോഷിക്കാനുള്ള എന്ത് സംഭവം ഉണ്ടായത്? ഞാൻ ഇന്ന് വഴിയിൽ വെച്ച് ഒരു കുട്ടീനെ കണ്ടു. സത്യം എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവളെ കണ്ടപ്പോ തൊട്ട് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. എന്താ പറയേണ്ടെന്ന് അറിയില്ല. അവളെ തലകറങ്ങി വീണപ്പോ ഞാൻ അവള് കോരി എടുത്തില്ലേടാ. അപ്പൊ കൂട്ടുകാരത്ത് പറഞ്ഞ, ആ കോരി എടുത്ത സമയത്തെ എന്റെ കയ്യിലേക്ക് ഒരു വൈബ്രേഷൻ പോലെ അവളെ തൊട്ടപ്പോ എനിക്ക് എന്തോ ഒരു വൈബ്രേഷൻ, എന്തൊരു സന്തോഷം. അവളുടെ മുഖം കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു എവിടേക്ക് കണ്ടു മറന്ന മുഖം പോലെ എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ ഭയങ്കര ഒരു ഇഷ്ടമായി എന്ന് പറയാണ്. രാധിച്ച് കൂട്ടുകാരോട് ചോദിക്കണ്ടേ, വിക്രം ഏത് കുട്ടിയുടെ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പോ അവര് നടന്ന സംഭവം പറയാണ്. അപ്പൊ രാധ ചോദിക്കണ്ട, അത് ഏത് കുട്ടിയാ? അപ്പൊ ആ കുട്ടിയുടെ അഡ്രസ്സ് ചോദിച്ചുകൂടായിരുന്നു അവരെ അമ്മയടുത്ത്, അവരപ്പോഴേക്കും പോയി എന്ന് പറയാണ്. വിക്രം പറയണ്ട്, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, എനിക്ക് ആ കുട്ടിയുടെ യൂണിഫോം ഓർമ്മയില്ലേ, വൈറ്റ് ഷർട്ടും ബ്ലൂ സ്കേർട്ടും, അത് എത്രയും പെട്ടെന്നൊന്ന് നോക്ക്, ഇവിടെ ഏത് സ്കൂളിലാണ് അങ്ങനെ അടുത്തുള്ളത് എന്നുള്ളതെന്ന്. ആ കുട്ടീനെ എത്രയും പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ പേര് സുഡർന്നാണ് എന്ന് പറയാണ്. നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ വിക്രം, പക്ഷെ അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇപ്പൊ ഇല്ലേ? അതിനേക്കാളും വലിയ ഒരു കാര്യമില്ല, എനിക്ക് ആ കൊച്ചിനെ ഇപ്പൊ കാണണം. നീ എന്താണ് ഇങ്ങനെ സാധാരണ കുട്ടികളുടെ പുറകെ പോവാത്ത നീയാണല്ലോ, ഇപ്പൊ എന്താ സാധാരണ ഒരു കുട്ടിയുടെ പുറകെ പോണത്? അതൊരു സാധാരണ കുട്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവളെ കണ്ടപ്പോ തൊട്ട് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, വീണ്ടും 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 കാണാൻ തോന്നുക എനിക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രവും നമ്മുടെ മോളും ആദ്യമായിട്ട് കാണുന്ന ഭാഗം ഇതാണ് തമിഴിലെ. മലയാളത്തിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.